പണ്ട് ആതിര എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ അവിടെ താമസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യമാണെങ്കിൽ ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കത്തില്ലല്ലോ. നമുക്ക് അവിടെ ഒരു ഹോപ്പില്ലാത്ത അവസ്ഥയല്ലേ. പറയണ അവളെ കണ്ടിട്ട് 2-3 കൊല്ലമായി തോന്നുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞിട്ടൊന്നുമില്ല, 1 കിലോമീറ്റർ അപ്പുറത്ത് അവൾ താമസിക്കുന്നത്. പക്ഷെ സമയം കിട്ടിയിട്ടില്ല. ഇന്നലെ അനിയനും അമ്മയും കൂടിയും കടയിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയിണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയ്ക്ക് അവിടെ ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനാണെങ്കിൽ അധികം വിലയുണ്ടായിരുന്നില്ല, ഓഫറിനെങ്ങാണ്ടായിരുന്നു എന്ന് അനിയൻ പറഞ്ഞേ. പക്ഷെ അമ്മ അത് വാങ്ങിച്ചില്ല പോലും. അമ്മ അവനോട് പറഞ്ഞു, ഇതിപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അവക്ക് കോച്ചിങ്ങിന് വേണ്ടി എന്തേലൊക്കെ ആവുമല്ലോ ഈ പൈസ എന്ന് പറഞ്ഞു. ആ കഥ എന്നോട് പറഞ്ഞ അനിയൻ്റെ കാര്യം അറിയോ? ആ ചെറുക്കൻ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് ക്ലാസ്സിൽ നിന്ന് ട്രിപ്പൊന്നും പോവാറില്ല. ചേച്ചി ജോലി വാങ്ങിച്ചിട്ട് ചേച്ചിൻ്റെ പൈസക്ക് ഞാൻ പൊക്കോളാം, ഞാൻ ഈ ലോകം മൊത്തം കാണുന്നൊക്കെ പറയണ കുട്ടി. അവന് ഞാനൊരു 6-7 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ശരി, എനിക്ക് അവനെവിടെയെങ്കിലും കൊണ്ടുപോകണം. അച്ഛൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോൾ ചോദിക്കുണ്ടായി മൂത്ത മോൾ എന്താ ചെയ്യണേന്ന്. അച്ഛൻ പറഞ്ഞു അവളിപ്പോഴും പഠിക്കുകയാണ്, എന്തായാലും അവൾ ഒരു ദിവസം അത് ക്രാക്ക് ചെയ്തെടുക്കുമെന്ന് പറഞ്ഞു. ശരിയാ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ വട്ടവും കഴിയും തോറും ഉണ്ടല്ലോ ഉള്ളില് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എന്തോ ഒരു സംഭവം ഇങ്ങനെ ഇതായി വരും. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഡീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ ചുറ്റുമുള്ളതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എന്തിനാ പഠിക്കുന്നതെന്ന് വരെ തോന്നിപ്പോണ്ട്. എനിക്ക് ചുറ്റുമുള്ളവർ എന്തിനാ അവരുടെ സ്വപ്നങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്, ഞാനും എന്തിനാ സ്വപ്നം കാണുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. പേടിയല്ല ഇതിനോടൊന്നും, എവിടെയോ വിശ്വാസം നഷ്ടപ്പെട്ട പോലെ. ഞാൻ ഈ പരീക്ഷ മൊത്തം എഴുതിയെടുത്തിട്ട് ആ ജോലിയിൽ ഞാൻ ചെയ്യുന്നത് മുകളിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ പറയണത് എതിർത്ത് പറയാൻ പറ്റാതെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അതിനെ പ്രവർത്തിക്കേണ്ടി വരില്ലേ? എനിക്കൊരു കുട്ടി ഉണ്ടായ അതിനെ ഞാൻ പഠിപ്പിക്കാൻ വിട്ട് കഴിയുമ്പോൾ ആ പഠിപ്പിക്കുന്നവർക്ക് ചിലപ്പോൾ വലിയ വലിയ റാങ്കും സ്ഥാനങ്ങളൊക്കെ ഉണ്ടാവും. അവരെന്തായിരിക്കും അവരെ പഠിപ്പിക്കുക? ആ സ്ഥാനങ്ങൾക്കൊക്കെ ശരിക്കും അർത്ഥമുണ്ടോ? അവർ പഠിച്ചിട്ട് തന്നെയാണ് ആ സ്ഥാനത്തിൽ എത്തിയിട്ടുണ്ടാവുക. കഴിഞ്ഞ മാസം ഞാനൊന്ന് വീണായിരുന്നു. അപ്പം എൻ്റെ കാലിന് എന്തോ പറ്റിയ പോലെ തോന്നി. ഡോക്ടറെ കാണിച്ചപ്പോൾ ആളെൻ്റെ കാലിക്ക് നോക്കിയിട്ട് ജസ്റ്റ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, വിട്ടോളാൻ പറഞ്ഞു. ഞാൻ വിട്ടു. പക്ഷെ ഒരു മാസമായിട്ട് എനിക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, നല്ല വേദനയുണ്ട്. പക്ഷെ അതൊരു ഡോക്ടറല്ലേ പറഞ്ഞേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. വിശ്വസിക്കാല്ലേ പറ്റില്ലേ? ഞാൻ ഡോക്ടർ സത്യം തന്നെയാണോ, ശരിക്കും പഠിച്ചാണോ എഴുതിയിട്ടുണ്ടാവുക? അറിയില്ല. ഇത് പേടിയല്ല, വിശ്വാസമില്ലാത്ത അവസ്ഥ വരിക. ഒരു ഹോപ്പില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? എങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? എനിക്കെങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും അവരിപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഒരു ദിവസം എനിക്ക് റിസൾട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതും? ആ വിശ്വാസം തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു.